എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു കിടിലൻ മുളക് ചമ്മന്തി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ചോറിന് മാത്രമല്ല, ദോശ, ഇഡ്ലി, കപ്പ ഇതിനൊക്കെ ഈ ചമ്മന്തി നല്ല കോമ്പിനേഷനാണ്. വളരെ എളുപ്പമാണിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുളക്, ചെറിയുള്ളി, വാളൻപുളി, കറിവേപ്പില ഇത്ര മാത്രം മതി നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ വറ്റൽ മുളകും കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം എരിവാണെന്നുണ്ടെങ്കിൽ 9 വറ്റൽ മുളകും 3 കാശ്മീരി മുളകും എടുത്താൽ മതിയാവും. നല്ലപോലെ എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകിന് പകരം വറ്റൽ മുളക് എടുക്കാം. അതായത് 12 വറ്റൽ മുളക് എടുക്കാം. ഇനി തീർത്തും എരിവ് കുറവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളകിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഏകദേശം ഒരു 20 ചെറിയ ഉള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം വാളൻപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളി നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക. 6-7 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളകൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാതെ പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് ഈ മുളകൊക്കെ കുറച്ചൊന്ന് വീർത്ത് വരും. അതുപോലെ തന്നെ ആ മൂത്തതിൻ്റെ നല്ല മണവും വരും. അപ്പം ഏകദേശം ഒരു 1-2 മിനിറ്റ് ഇതുപോലൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ഇപ്പം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇപ്പം മുളകൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനതിൻ്റെ പാകം ഒന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഒടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈസി ആയിട്ട് ഇതുപോലെ ഒടിഞ്ഞു കിട്ടണം. അതാണ് അതിൻ്റെ ആ ഒരു കണക്ക്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ മുളകും ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ മുളക് ഇതുപോലെ ഒന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് ചേർത്ത് കൊടുത്ത് ഒപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതായത് ചെറിയ ഉള്ളി, പുളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ അരച്ചെടുക്കാം. മിക്സിയുടെ പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അപ്പോഴത്തേക്കും അത് മിക്സായി കിട്ടും. ഇനി നമ്മളിത് എണ്ണയിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ എത്രയധികം ഉണ്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചമ്മന്തിക്ക്. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. തീ കൂടി കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ നമ്മൾ മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ മുളകിൻ്റെയും ചെറിയ ഉള്ളിയുടെയും എല്ലാം കൂടെ ആ കുത്തൽ വല്ലാതെ വരും, പെട്ടെന്ന് കരിഞ്ഞും പോകും. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. 2-3 മിനിറ്റ് ചെറുതീയിലിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആ ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എനിക്ക് ഈ ചമ്മന്തി കപ്പയുടെ കൂടെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ചോറിൻ്റെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ഒക്കെ കഴിക്കാറുണ്ട്. എന്നാലും കപ്പയുടെ കൂടെയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പം നിങ്ങളും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ മറക്കാതെ ഈ റെസിപ്പി നിങ്ങൾ അറിയുന്നവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.